നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണോ? അപ്പോൾ അത് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളിയാണേ. അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ സ്ഥിരം ചെയ്യുന്നൊരു റെസിപ്പിയാണ്. ഞാൻ മുന്നേ നമ്മുടെ പേജിൽ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പുതിയ വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചരിയാണ്. ഞാൻ അടുത്തുള്ള 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ഏതെങ്കിലും ഒരു നമ്മൾ ചോറ് വയ്ക്കുന്ന ഒരു അരി. അപ്പോൾ ഞാൻ ഇവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ബോയിൽഡ് റൈസ് ഒരു 1/2 കപ്പ് എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഒന്ന് സോക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കും. ഒരു 5 തൊട്ട് 6 മണിക്കൂർ വരെയൊക്കെ ഒന്ന് കുതിർത്തെടുക്കണേ അരി. പിന്നെ ഇതാ 1 കിലോളം ശർക്കര ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ ചെറിയ രീതിയിലൊന്ന് പത വരും. അതൊന്ന് നമുക്കൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ, അതിൻ്റെ ഒരു അഴുക്കാണേ. അപ്പോൾ അതൊന്ന് മെൽറ്റ് വരട്ടെ. അതിനുശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് അരി അവിടെ ഞാൻ ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഒന്നും കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം ഊറ്റി വെച്ചു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അരി ചേർത്ത് നമുക്കൊന്ന് തരിതരിപ്പോട് കൂടി തന്നെ പൊടിച്ചെടുക്കാം. നമ്മൾ ഓവറായിട്ട് ഫൈൻ പൗഡർ ആക്കണ്ട, എന്ന് ഒരുപാട് തരിയും വേണ്ട കേട്ടോ. ആ ഒരു പാകത്തിന് വേണം ഈ ഒരു ഉണ്ണിയപ്പത്തിന് നമ്മളൊന്ന് പൊടിയൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ മട്ട അരി ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിഞ്ഞു പോകത്തുമില്ല, ഒരു കണക്കിന് പൊടിഞ്ഞു കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു 6 തൊട്ട് 7 പഴം വരെയൊക്കെ ആകാം. ഇത്ര നല്ല വലുപ്പം എന്തുണ്ടെങ്കിൽ ഒരു 6 തൊട്ട് 7 വരെയൊക്കെ ആകാം. തീരെ ചെറുതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 8-10 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊരു 7 ഞാൻ ഒന്ന് തൊലിക്ക് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 8-10 ഏലക്കയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതാ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പച്ചരിപ്പൊടിയിലോട്ട് ശർക്കരപ്പനി ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണേ. ആ ഒരു ചൂടോട് കൂടി ചേർക്കുമ്പോഴാണ് ആ ഉണ്ണിയപ്പം നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു പഴവും ഏലക്കയും കൂടി ചേർത്തെടുക്കാം. ആ ഒരു ശർക്കരപ്പാനി ഞാൻ ഫുള്ളായിട്ട് ചേർക്കുന്നില്ല കേട്ടോ, മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്രേ ഉള്ള ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പം അത്രയും കൂടി എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒടച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 കപ്പ് മൈദാ മാവാണ്. നിർബന്ധമില്ല എന്നാൽ നിർബന്ധമാണ്, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. അപ്പം നല്ല ഒരു നന്നായിട്ട് പൊങ്ങി ഇങ്ങനെ വീർത്ത് ഗുണ്ടുപണി പോലെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈദാമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് മൈദാമാവും കൂടി ചേർത്ത് നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് 4 തൊട്ട് 6 മണിക്കൂർ വരെ നമുക്കിതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണേ, അപ്പോഴേ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഉണ്ണിയപ്പം കിട്ടുള്ളൂ. പിന്നെ ഇതാ കുറച്ച് തേങ്ങാക്കൊത്തിനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു 1/2 കപ്പോളം മതി കേട്ടോ. അത് ഞാൻ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് 1-2 ടേബിൾ സ്പൂൺ നെയ്യിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരൊന്ന് വറുത്തൊന്ന് കോരിയൊന്ന് മാറ്റി വയ്ക്കാം. ഇതാ ഉണ്ണിയപ്പം ചട്ടനി ഒന്ന് ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ പറയുന്നത് അടുത്ത്. അപ്പോൾ ഇതാ ഈ ഒരു മാവുത നന്നായിട്ട് ഫെർമെൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഉണ്ണിയപ്പം കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും, പക്ഷെ കുറച്ച് ഓയിലൊന്ന് ഇത് വലിച്ചെടുക്കും കേട്ടോ നമ്മൾ ഈ സോഡാപ്പൊടി ചേർക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതാ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഉണ്ണിയപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം കേട്ടോ, അത്രയും മതി. ഇത് നല്ല അടികട്ടിയുള്ള ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ തീരെ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഒരു എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് കോരി ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ഒരു കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വരുന്ന ചുട്ടെടുക്കാം. അപ്പോൾ 2 സൈഡും ഒരു സൈഡ് നായി വരുന്ന സമയത്ത് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നല്ലൊരു കളറായി വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഉണ്ണിയപ്പം പാൻ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് അല്ല ഒരു കാസ്റ്റ് ചെയ്യണോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു അയൺ പാനൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ണിയപ്പമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു എണ്ണ അതിൽ തന്നെ അങ്ങനെ സൂക്ഷിക്കണേ. ഇനി നമ്മൾ ഏത് കാലത്താണോ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു ടൈമിൽ അതിലുള്ള എണ്ണ അങ്ങ് ഒഴിച്ച് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വീണ്ടും പുതിയ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഈ ഒരു റെസിപ്പിയും ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും